ഈ നാക്കിൻ്റെ സ്കിന്ന്. കുറേ വീഡിയോസ് പോത്തിൻ്റെ നാവ് നമ്മളിത് എടുത്തു. ഇപ്പോൾ ഇത് ശരിക്കൊരു വലിയൊരു നാവിൻ്റെ പീസ് തന്നെ ആയിട്ട് നമുക്ക് ഈ ഒരു മീറ്റിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. ഇതിലിപ്പോൾ ഞാൻ മാത്രമാണ് കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുള്ളൂ. ഈ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന എൻ്റെ വൈഫ് ഭയങ്കര ദേഷ്യത്തിലാണ്, രൗദ്രഭാവത്തിലാണ്. കാരണം ഞാനിന്ന് ബീഫ് നാക്കാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ബീഫ് നാവ് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു കഥയാണ് കേട്ടോ. ഞാനിത് ഇവളോട് പറയാതെയാണ് ഇപ്രാവശ്യം മേടിച്ചത്. കാരണം ഇത് മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാലാണ് ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് മെല്ലെ പൊക്കി സാധനം കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ മുഖം ഇങ്ങനെയാണ്. നാവ് കണ്ടിട്ടാന്ന് തോന്നുന്നു കുട്ടിയുടെ മുഖം കുറച്ചങ്ങോട്ട് മാറി അല്ലേ. സോ ഇനി ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ നാവിൻ്റെ കുക്കിങ്ങിലേക്ക് തന്നെ ഡയറക്റ്റ് കയറുന്നു. ഞാനിത് കാരിഫോർ എന്നാണ് മേടിച്ചത്. UAE കാരിഫോർ എന്നാണ് നമുക്ക് ഈ നാവ് കിട്ടിയിട്ടുള്ളത്. നോക്ക്, നാവിലേക്ക് ഫോക്കസ് ചെയ്യുമോ, നാവ് നോക്കും. ആൾക്കാർ നാവ് കണ്ട് എൻ്റെ മുഖം അവരെപ്പോഴും കാണുന്നതല്ല. പിന്നെ അവർക്ക് അറിയില്ല എൻ്റെ മുഖം എങ്ങനെയാണെന്ന്, ചുള്ളനാണെന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്ത സാധനങ്ങൾ കാണാത്ത സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ജിമ്മിക്ക് മെത്തായി നോക്കുക. അപ്പോൾ നമ്മൾ നാവ് തന്നെ ഓപ്പൺ ആക്കുന്നു. നാവ് നോക്കടി, നാവിലേക്ക് വാ. ഇതാണ് നമ്മുടെ ബീഫിൻ്റെ നാവ്. പാകിസ്ഥാനി ബീഫിൻ്റെ നാവ് വെച്ച് നമ്മളൊരു വായക്കൊക്കെ പോകുന്നുണ്ട്. എന്താണാവും ഇതിനടുത്ത് ഞാൻ നേരെ ആദ്യം ഇവിടേക്ക് ഇടുക. അത് ഞാൻ ആദ്യം ഒന്ന് കഴുകി മിനിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കൂടുതൽ കാണാം. പോത്തിൻ്റെ നാക്ക് നമ്മൾ നല്ലോണം ഇത് ഈ രീതിക്ക് വാഷ് ചെയ്തെടുക്കുന്നു. ഇതിൽ ഈ ഒരു പോർഷൻ എന്തായാലും ക്ലീൻ ചെയ്ത് വേവിച്ച് നമ്മൾ പറിച്ച് കളയാനുള്ളതാണ്. ഈ നാക്കിൻ്റെ സ്കിന്ന് കുറേ വീഡിയോസ് നോക്കിയപ്പോൾ ഈ സ്കിന്നെന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ ലെയർ കണ്ട ഈ ഒരു മുരിയായിട്ടിരിക്കുന്നത്, ഈ ഭാഗമൊക്കെ നമുക്ക് തൊലി പൊളിച്ച് കളയാനുള്ളതാണ്. ഈ ഭാഗത്ത് ഈ ഒരു അരം മീൻസ് ഭയങ്കര റഫാണ്. നമുക്ക് ഈ തയമ്പ് പിടിച്ചിട്ടില്ല, കൈമലൊക്കെ ഉണ്ടാവില്ല തയമ്പ്, അതേപോലത്തെ ഒരു പോർഷനാണിത്. ഇവിടെയൊക്കെ നല്ല റഫായിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഭയങ്കര റഫാണ്. ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പൊളിച്ചെടുത്ത് കളയും. അങ്ങനെയാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അതിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും. ചെറിയൊരു നാക്കാണ്, ഉള്ള നാക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കണം. കണ്ട, കരിനാക്കാണ്. എന്തായാലും ഫുള്ള് കറുത്ത കുത്തുണ്ട്. കരിനാക്കുള്ള പോത്ത്, പാകിസ്ഥാനി കരിനാക്കൻ പോത്ത്. അതാണ് നമ്മുടെ കുക്കിംഗ്. എന്തായാലും ഞാനിവനെ ഒരു മിക്സ് മസാല രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് എല്ലാവരും വെറുതെ വെള്ളത്തിൽ ഇവനിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഞാനെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഏലക്കായ, വക ഐറ്റംസും കൂടി ഇടും. ഞാനത് പ്രിപ്പയർ ആകുമ്പോൾ കാണിച്ചു തരാം. പോത്തിൻ്റെ നാവ് നമ്മളിത് എടുത്തു നേരെ കുക്കറിൽ വെക്കുന്നു. ഓക്കെ, ഇവിടെ കിടക്കും, റൗണ്ടായിട്ട് കിടക്കും. ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഒരു മിക്സ് ടൈപ്പാണ് കേട്ടോ. ഞാനിതിൽ ഓൾറെഡി വെളുത്തുള്ളി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഏലക്കായ അത് മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. കുക്കറിൽ ഒരു 15 to 20 മിനിറ്റ് തിളപ്പിക്കണം എന്നാണ് നവീൻ ബ്രോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്വന്തം ബൂംബാങ്ങിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്ക് ആളിത് ജസ്റ്റ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ. ഞാൻ പക്ഷേ വെളുത്തുള്ളി ഇടുന്നുണ്ട്, പിന്നെ കറുവപ്പട്ടയും ഏലക്കായും ഇടും. അപ്പോൾ ആ ഒരു ഫ്ലേവർ ആ മീറ്റിനായിട്ട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നമ്മൾ നാവ് കഴുകി കുക്കറിലിട്ടു. അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഏലക്കായ, പിന്നെ കറുവപ്പട്ട, ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. ബട്ട് ഞാൻ വിചാരിച്ചു അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലേവർ വരും. ആ ഫ്ലേവർ ആകുമ്പോൾ ആ മീറ്റ് കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ നാവ് മേടിച്ച് കൊണ്ടുവന്ന അപ്പം മുതൽ എൻ്റെ പെണ്ണിൻ്റെ മുഖം നോക്കി വീർത്തിട്ടായിരിക്കുന്നത്. ഞാൻ എന്തോ മഹാപാപം ചെയ്ത പോലെ ഗായ്സ്. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്ക് നല്ല ലൈക്കും ഷെയറും കമൻറ്റും ഉണ്ട് എങ്കിൽ തുടർന്ന് ഇതേപോലത്തെ പല വെറൈറ്റി ഓഫ് ഫുഡുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ക്യാമറ തിരിക്കി പറ്റുമെങ്കിൽ ഓക്കെ, അങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുവരെ 15 മിനിറ്റ് ഒരു 2 വിസിൽ അടുപ്പിക്കാം. കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു ആ തൊലി പൊളിഞ്ഞ് വരാനായിട്ട്. നമുക്ക് ഈ കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. മീറ്റിനൊക്കെ ചെറിയൊരു ഉപ്പ് ആയിക്കോട്ടെ. കുക്കർ എപ്പോഴും മമ്മി പറയാറുണ്ട് ഇങ്ങനെ നമ്മളിതിൻ്റെ ഹോളിലൂടെ അപ്പുറത്ത് കാണണമെന്ന്. അപ്പുറത്ത് കണ്ടു. ഓക്കെ, പിന്നെ എന്തിനാണെന്ന് അറിയില്ല, എപ്പോഴും ഈ വാഷർ വെള്ളത്തിലിടാനും പറയാറുണ്ട്. എന്തോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേപോലെ വാഷറും വെള്ളത്തിലിട്ടു. ഇനി അതിന് ശേഷം നമ്മുടെ കുക്കർ അടയ്ക്കുന്നു. സോ യു ക്യാൻ സീ ഐ എം ഗോയിങ് ടു ക്ലോസ് ദ കുക്കർ. വെയിറ്റ് ഇട്ടു. പ്രസ്റ്റേജസ് ആയ കുക്കറിൽ ഞാൻ നമ്മുടെ പോത്തിൻ്റെ നാവ് ഇട്ടു. ഇപ്പോൾ ഓൾമോസ്റ്റ് 4:30
4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 4:45 വരെ ആളിങ്ങനെ അടുപ്പിലിരുന്നിട്ട് 1 2 3 വിസിലടിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാനത് വെക്കാൻ പോകുന്നത്. എനിക്കറിയില്ല എന്താവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. പക്ഷേ കുറേ വീഡിയോസ് കാണുമ്പോൾ നല്ല രസമായിട്ടിരിക്കുന്ന കാണാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നു. ഇനി അവൻ്റെ പണി ചെയ്യട്ടെ. നമ്മുടെ കുക്കറിൽ നമ്മുടെ നാവ് റെഡി മണി ആയിക്കൊണ്ടിരിക്കുന്നു. അന്നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇതെൻ്റെ വൈഫിന് ഇഷ്ടമില്ലാത്തൊരു ഡിഷ് ആയതുകൊണ്ട് അവളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളെല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രത്യേക ഭർത്താക്കന്മാർക്കും മനസ്സിലാവും ഭാര്യമാർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അത് കണ്ട് അതിന് വേണ്ട രീതിയിലുള്ള കമൻറ്റുകൾ തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ കൂടുതൽ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. ഇനി എനിക്ക് തോന്നുന്നത് അടുത്തത് നമ്മുടെ പോർക്ക് റോസ്റ്റ് ഉണ്ട്. ആ സാധനം ഞാൻ ഒരു ദിവസം വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ അങ്കമാലി സ്റ്റൈല്, അതായത് എൻ്റെ ഒരു സ്റ്റൈലിൽ അങ്കമാലി സ്റ്റൈലാക്കി മാറ്റിയതാണ് കേട്ടോ. കറുത്തിട്ട് നമ്മുടെ ബീഫില്ല ആ ഒരു ലുക്കിലേക്ക് വരുന്ന ഒരു പോർക്ക് ഉണ്ട് എനിക്ക്. അത് ഞാൻ പൂശും. അത് നിങ്ങൾ കാണണം, നിങ്ങൾ കാണിപ്പിക്കും. ഞാനത് നിങ്ങൾ കാണും ചെയ്യണം. അത് വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടും വേണം. നമ്മൾ ഓൾമോസ്റ്റ് 15-20 മിനിറ്റ് നമ്മളത് വിസിലടുപ്പിച്ചു കുക്കറിൽ. അതേപോലെ ഇതിൽ വിസിലും എയറൊന്നും ഇല്ല. കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഡൺ. ഇനി നമ്മൾ അതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. 20 മിനിറ്റ്സ് നമ്മൾ അതേപോലെ വെച്ചു. ഓക്കെ, അതിന് ശേഷം നമ്മളിതേ കുക്കർ തുറന്നു. ഓ, അത്രയധികം ഫാറ്റൊന്നും ഇല്ലല്ലോ. ഇതൊരു സൂപ്പ് പരുവത്തിലായി. കാണാണ്ടോ നിങ്ങൾക്ക്? ഇതിങ്ങനെ വളഞ്ഞിരിക്കേണ്ട. ആ സൂപ്പ് കളയണ്ടെന്നാണ് എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്നത്. കാരണം ആ സൂപ്പ് നമുക്ക് ഈ എന്താ പറയുക, നല്ല ചൂടുണ്ട്, കെട്ടി സാധനം. സൂപ്പ് നമുക്ക് റോസ്റ്റോ ഇല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കാതെ നമ്മളിത് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് കുക്കറിലിട്ട് അടിച്ചപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ്. കണ്ടോ, ആൾ ഭയങ്കര സ്ട്രോങ് ആയി. ഇപ്പോഴാണ് നാവിൻ്റെ ഒരു ലുക്ക് വന്നത്. കാണാണ്ടോ? സോ ഇനി നമ്മൾ ഇവന് നേരെ കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചു. ഇത് നല്ല സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്കോ സൂപ്പ് എന്നോ പറയാം. ഇതേ ഇരിക്കുന്നു, അതിവിടെ ഇരിക്കട്ടെ. ഓ, സൂപ്പർ മണം കേട്ടോ, ബെസ്റ്റ്. എൻ്റെ അമ്മോ. ഇനിയാണ് നമുക്കിതിൽ ചെറിയൊരു പണിയുള്ളത്. ഇത് പറിച്ചെടുക്കണം. ഇത് പറഞ്ഞു പോരില്ലേ കർത്താവ്. വീഡിയോയിലൊക്കെ നല്ല സിമ്പിളായി പോകുന്നു പോരുന്നില്ല കേട്ടോ. ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളായിട്ടൊന്നും പോരണ കാണാനില്ല. എന്നാലും ഞാൻ ശ്രമിച്ച് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തണുത്ത വെള്ളത്തിൽ പിടിക്കേണ്ടി വരുന്നതാണ് പെണ്ണിൻ്റെ ഒരു കണ്ടുപിടുത്തം. ഇതിങ്ങനെ പിച്ച് മാന്തി എടുത്ത് വൃത്തികേടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് പരമാവധി അപ്പോൾ പോരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഒരു ടാസ്ക് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ, ഇത് പൊളിച്ചെടുക്കല്. ഓ, കണ്ടോ, ഇതിങ്ങനെ കവറായിട്ട് തന്നെ ഒരു പോരുണ്ട്. ഒരു തിക്ക് സാധനമായിട്ട്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു നാവിൻ്റെ ലുക്കൊക്കെ ആയിട്ടാ സത്യം പറഞ്ഞാൽ. നേരത്തെ അത് ആ ഒരു കുഴഞ്ഞ് നിൽക്കുന്ന ഒരു മീറ്റായിരുന്നു. കണ്ടോ, ഇപ്പോൾ ഇത് എങ്ങനെയായി. ഇനി ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളും കൂടി ഈ ഒരു ഹാർഡ് പോർഷൻ പറിച്ചെടുക്കാണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ ഇവിടുന്ന് വരുന്നു, ഈ ഭാഗം മുഴുവൻ. ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് റഫായിട്ടുള്ളൊരു ഏരിയ കാണുമ്പോൾ മനസ്സിലാവും അതാണ് ഇവിടുന്ന് പറഞ്ഞു വരാനുള്ളതെന്ന്. അത് നമ്മളിത് പ്രോപ്പറായിട്ട് വലിച്ചെടുക്കുന്നു. ഇതില്ലേ മീറ്റ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് കുറേ നല്ല ഭാഗങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഇല്ലെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത് കളയാറുന്നു. പക്ഷെ അതിനെനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി നാക്ക് അതിൻ്റെ മേലത്തെ സ്കിൻ ഭാഗം മുഴുവൻ കളഞ്ഞു നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇപ്പോൾ ഇത് ശരിക്കൊരു വലിയൊരു നാവിൻ്റെ പീസ് തന്നെ ആയിട്ടുണ്ട്. ശരിക്ക് പ്രോപ്പർ നാവിൻ്റെ ഒരു ഷേപ്പ് കിട്ടി. ഓക്കെ, ഇതേന ഇവിടുത്തെ ഭാഗം കാണാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതേ പറഞ്ഞു തരുന്നത്. നാവിൻ്റെ ടിപ്പ്. ഇനി നമ്മളിത് മുറിച്ചിട്ട് എങ്ങനെയാണ് ഈ മീറ്റ് എന്നുള്ളത് കാണാം. ഇവിടെയാണ് കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ജമ്പുണ്ട്. എന്നിട്ട് ഈ ഒരു മേലേക്ക് ഒരു ബൾജിങ് ആയിട്ട് പോകുന്നുണ്ട് നാവ്. ഇവിടെ കുറച്ച് മുരുമുരാന്ന് ഇരിക്കുന്നുണ്ട്. ഇത് എന്തോ അതിൻ്റെ ചവയ്ക്കാനും ആ സാധനങ്ങളെല്ലാം ഒന്ന് സ്റ്റിഫായിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളോ. നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ബലമുണ്ട്. നാവാണ്, നല്ല മസിലാണ് കേട്ടോ ഇത്. സോ ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു പോർഷനുമായിട്ട് നേരെ കട്ട് ചെയ്യാം. നമ്മളിവിടെ സെൻറ്ററിൽ വെച്ചിട്ട് പിന്നെ മുറിച്ചു. സി മീറ്റിൻ്റെ ക്വാളിറ്റി അല്ല, മീറ്റിൻ്റെ ഒരു ടെക്സ്ചർ ഫുൾ ജ്യൂസിയാണ്.
ഓ കണ്ട വെള്ളം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മസിലാണ്, ഫുൾ മസിലാണ്. ഇവിടെ ഒരു ഡാർക്ക് കളറുണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ ഇവിടെ സ്കിന്ന്. മൈ ഗോഡ്, ചെറിയ പോർഷനായിട്ട് ഇനി നമ്മൾ സ്ലൈസ് ചെയ്യുന്നു. ഈ ഭാഗം കണ്ടോ, ഇവിടെ അതെ ആ ഒരു ടെക്സ്ചർ തന്നെ, ഡാർക്ക്, ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ സ്കിന്ന്, തിക്ക് സ്കിന്ന്. ഇതിൻ്റെ മേലെ ആയിരുന്നു ഔട്ടർ ലെയർ സ്കിൻ ഉണ്ടായിരുന്നത്, അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ വെച്ചിട്ട് മെല്ലെ കട്ട് ചെയ്തെടുക്കുന്നു. അയ്യോ, നെയ്യുണ്ട് കേട്ടോ, ആ ഒരു ഫീല് നമുക്ക് കട്ട് ചെയ്യുമ്പോഴായാലും ഇവിടെ പിടിക്കുമ്പോഴായാലും കയ്യിൽ കിട്ടുന്നുണ്ട്. എനിക്ക് ആ മണം ഇഷ്ടമായി, മണം നല്ല മണമുണ്ട്. മുറിയടാ. സോ നമ്മൾ ആ ചെറിയ പോർഷൻ കട്ട് ചെയ്തു. ഇനി മെയിൻ വലിയ പോർഷൻ തന്നെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്മെല്ല് എനിക്കിഷ്ടമായി. നമ്മുടെ ഒരു മട്ടൺ സൂപ്പിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ആ ഒരു ഫാറ്റും ആ വരുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു സ്മെല്ലാണ്, ബ്രോത്തിൻ്റെ എന്തെങ്കിലും പറയാം. സ്ലൈസ് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് വിചാരിച്ച പോലെ കിട്ടുന്നില്ല കയ്യിൽ. എൻ്റെ കത്തി അത്ര മൂർച്ചയില്ലാത്തതുകൊണ്ടാവും. അടുത്ത വീഡിയോയിലേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ നല്ല കത്തിയായിട്ട് വരാം. നമ്മൾ ആ ചെറിയ കുക്കറിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ വലിയ പണികളായിട്ടല്ല ചെയ്യുന്നത്, ചെറുതായിട്ട് ഇത് ചൂടാക്കുന്നു. ആ സെയിം കുക്കർ ചൂടാക്കി എടുക്കുന്നു. അന്നേരം ഇനി ഒഴിക്കാനുള്ളത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്തെടുക്കുക. തണുപ്പാണ് ഇവിടെ വെയിൽ, അതുകൊണ്ട് തന്നെ എല്ലാം കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊരു വിധത്തിൽ ആളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ ആക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് വരുമോ? അതാ മതി, ഇതാവുന്നു. ഇതേ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ജീരകം ഇടുന്നു. സെയിം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബീഫ് റോസ്റ്റ് എടുക്കില്ല, ആ ഒരു രീതിക്ക് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതേ അത് ഇങ്ങനെ സെറ്റായി വരുന്നു. അവിടെ അതിലിട്ടു, അവനൊന്ന് വറുത്ത് വരട്ടെ. ആ നേരം കൊണ്ട് ചുവന്ന മുളക് ഇട്ടു. ഇവനും ഒന്ന് മൂപ്പിച്ചെടുക്കാം, അത് നല്ലതാണ്. ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ, ഒത്തിരി ഞങ്ങളുടെ കറുപ്പിച്ച് വേവിച്ച് ഒത്തിരി കറക്കണ്ട. ഇനി അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, ഇത് രണ്ടും, ഇത് 3 ഐറ്റംസ് നമ്മൾ ഇടുന്നുള്ളൂ. ഈ ജീരകം കാര്യങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ ഈ സബോള അതിടുന്നു. ഇനി ഇവനൊന്നതിൽ വറുത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഓക്കെ, അതിൻ്റെ പണിയാണ് ഇനിയുള്ളത്. അതിനൊന്ന് വാടി വരട്ടെ. തീ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, നമ്മളൊന്ന് കുറച്ച് വെക്കുന്നു. തീ കുറച്ചു. നമ്മൾ ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം കളഞ്ഞില്ല കേട്ടോ, ആ വെള്ളം നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആയി വരാറുണ്ട്. അത് എൻ്റെ പെണ്ണിൻ്റെ ആയ മോമുവിൻ്റെ ടെക്നിക്കാണ്, പറയാറുണ്ടാവുള്ളൂ. ഇപ്പം ഇന്നൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഇതിനെ വലിയ കുക്കർ എടുത്തില്ല, എന്താണെന്ന് വെച്ചാൽ ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ഞാൻ ആ വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ വേവിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്യും കേട്ടോ. ഒരു വിസിലൊക്കെ അടുപ്പിക്കേണ്ടി വരും. നല്ല മണം. ആ ഒരു ജീരകവും ആ മുളകും അതിൻ്റെ ഒപ്പം ആ ഉള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, സൂപ്പറാണ്. കുക്ക് ചെയ്യുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ മണം, അതേപോലെ കടുക് പൊട്ടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സ്മെല്ലുകൾ, പപ്പടം വറക്കുമ്പോൾ, അതൊക്കെ പറയുമ്പോൾ വയലോളം വരും. അതൊക്കെ ഒരു സൂപ്പർ ഒരു നൊസ്റ്റു മണം എന്നോ. എനിക്ക് ആ പച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ വെളുത്തുള്ളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സ്മെല്ല് ഭയങ്കര രസമാണ്. കുക്കിങ് തുടങ്ങി എന്നുള്ളതിനുള്ളൊരു വലിയ എന്താ പറയുക ഒരു അടയാളമാണത്. നമ്മുടെ ഉള്ളി തന്നെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡ് കളറിലേക്ക് എത്തിയാൽ മതി, ഒത്തിരി ആ ഒരു ഇത് പാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് പോയി കഴിഞ്ഞാൽ അത് സൂപ്പറാവും. ഒത്തിരി വാട്ടി വേവിക്കണ്ട. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മസാലകളിടും. മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അതിലേക്ക് ആ ബ്രോത്ത് ഒഴിക്കും. കുറച്ച് കുരുമുളക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ കുരുമുളക് കൂട്ടിയിടണം, അപ്പോൾ ഒരു നാവിലൊരു തരിപ്പ് കിട്ടും. തക്കാളി ഞാൻ കുറച്ച് അധികം എടുത്തു, പക്ഷേ ഞാൻ ഇത്ര ഫുള്ള് ഇടുന്നില്ല, ഇത്ര അധികം മീറ്റില്ല, നമുക്ക് കുറച്ചിട്ടാൽ മതി. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചു. തീ കുറയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിനി
മസാലകൾ ഇടണം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഐറ്റംസ്. ഇതെൻ്റെ വൈഫിൻ്റെ മാത്രം മസാല തട്ടാണ്. ഇത് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി വലിയ താല്പര്യമുള്ള ആളല്ല, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടാലാണ് ആ ഒരു മസാല ഒരു ദമ്മ് കിട്ടുള്ളൂ. മല്ലിപ്പൊടി ഇത് മമ്മി നാട്ടിൽ നിന്ന് പൊടിച്ച് കൊടുത്തയച്ചിട്ടുള്ള നാടൻ മസാലയാണ് കേട്ടോ. ഇത് ജോസ്നയുടെ മമ്മിയാണോ എൻ്റെ മമ്മിയാണോ എന്ന് എനിക്കറിയില്ല. അവൾ ക്യാമറയിൽ നിന്ന് എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞതാവും. ഓക്കെ, അപ്പോൾ അതിട്ടു 2 ടീസ്പൂൺ. ആ വർത്തമാനത്തിനിടയ്ക്ക് ആ മസാല എത്ര ഇട്ടേന്ന് നോക്കി, 2 സ്പൂൺ ഇട്ടു. പിന്നെ അതേപോലെ എൻ്റെ മമ്മി മാത്രം പൊടിപ്പിച്ച് കൊടുത്തയച്ച നാട്ടിൽ നിന്നും ജീരകപ്പൊടി. ഇത് ഭയങ്കര നല്ലതാണ്. ഇങ്ങനെ മസാല കൂട്ടുമ്പോൾ ഇതൊരു 1-1.5 സ്പൂൺ ഇട്ടാൽ, 1.5 സ്പൂണൊന്നും ഇടണ്ട, മസാല കൂടണ്ട. കാരണം അത്ര വലിയ നാവൊന്നുമില്ല, അത്ര അധികം നാവൊന്നുമില്ല, വലുതല്ല അധികം നാവില്ല. ഞാൻ വർത്തമാനത്തിനിടയ്ക്ക് വേറൊരു കാര്യം മറന്നു, ജിഞ്ചർ ഗാർലിക് ഇടേണ്ടതായിരുന്നു. അത് കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ ഈ മസാല ഇട്ടിട്ടുണ്ടല്ലോ, ഇതിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാല ഇടാം. മസാലയല്ല, ജിഞ്ചർ ഗാർലിക് ഇടാം. ശരിക്കും ജിഞ്ചർ ഗാർലിക് ഇടേണ്ടത് അപ്പോഴല്ല, മസാല ഇടുന്നതിന് മുൻപ് ഇടണം. എന്നാലാണ് ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു മണം കൂടി വരുള്ളൂ. അതും വേവേണ്ടതാണ്, എന്നാലും കുഴപ്പമില്ല. മസാല ആയി വരുന്നു. ഇതിലേക്ക് നമ്മൾ ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. സാധാരണ വീണ്ടും പറഞ്ഞു തെറ്റിയതാണ്, ഞാനിട്ടത് തെറ്റി, എൻ്റെ വലിയ പിഴ. നമ്മൾ ജിഞ്ചർ ഗാർലിക് ഇടുന്നു. ഇത് അവസാനിപ്പിക്കാം. ഈസ്റ്റേണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പണി എടുക്കണ്ടല്ലോ. ഈ സാധനം ഇവിടുന്ന് കുപ്പിയിൽ കിട്ടുന്നു, അത് നമ്മൾ എടുക്കുന്നു. എനിക്കറിയില്ല ഇത് എങ്ങനെ ഇത്ര അരച്ച് ഇത്ര നാൾ ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. ഷെൽഫ് ലൈഫ് എങ്ങനെ ഇത്ര കിട്ടുന്നതാണ്. ഇത് ഫ്രഷ് തന്നെയാണോ മുഹമ്മദ്? ഫ്രഷ് ആണോ എന്നൊക്കെ ഞങ്ങൾ മെല്ലെ സൗണ്ട് താഴ്ത്തിയിട്ട് ഞങ്ങൾ പറയുള്ളൂ ഇത് ഫ്രഷ് ആണ് എന്നുള്ളത് കേട്ടോ. എന്തായാലും ഞങ്ങൾ കുറേ നാളായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അവസാനിപ്പിച്ചു. കണ്ട, ഇത് ഞാനുള്ളത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവസാനിപ്പിച്ചു. ഇനി ഞാൻ വീണ്ടും ഇതിനാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂക്കട്ടെ. ഇനി ഇത് 1 and only നമ്മുടെ നാടൻ കുരുമുളക് പൊടി കേട്ടോ. നമ്മൾ ഒറിജിനൽ കുരുമുളക് മേടിക്കല്ല, നമ്മുടെ പറമ്പിലുണ്ടാവുന്നത് കൊണ്ടുവന്ന് പൊടിച്ചെടുക്കുന്നതാണ്. സൂപ്പറാണ് അത്. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഈ വക മീറ്റുകൾ സ്പെഷ്യൽ മീറ്റ്സ് എന്തുണ്ടാക്കുമ്പോഴും കുരുമുളക് കുറച്ച് കൂടുതലിട്ടാൽ നല്ലതാണ്. നാച്ചുറൽ എരിവ് വരും. വായിൽ വെള്ളം വരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് ബീഫ്, പോർക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് കുറച്ച് മുന്നിലേക്ക് നിന്നാൽ ഭയങ്കര രസമാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടോ, ആ ഒരു പാകം കണ്ടോ, തക്കാളിയൊക്കെ ഫുള്ളി മെൽറ്റായി പോയി. ആ ഈവണ മുളകും നമ്മൾ ചുവന്ന മുളകും ശരിക്കും ഉടഞ്ഞു ആ വെന്ത് ഉടഞ്ഞു. അതാണ് വേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മീറ്റ് ഇടുന്നു. നമ്മൾ ഈ മസാലയിലേക്ക് നാക്ക് കുടഞ്ഞു സെറ്റ് അവിടെ ഇരിക്കട്ടെ. അവനൊന്നിഞ്ഞ് വേവാനുണ്ട് അതിൽ. ഇത് ബേസിക്കലി ഇത് നമ്മൾ എന്നിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് തീ കൂട്ടാം, ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടിയിരുന്നോട്ടെ തീ. ഒന്ന് വേവാൻ കുറച്ച് ടൈം കൊടുക്കാം. ഇതൊന്നുമില്ല, ഇതിൽ വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഒലത്തുന്നത്. ഈ മസാല ശരിക്കും ഇതിൽ പിടിച്ച് ഇവനൊന്ന് വെന്ത് വരണം, എന്നിട്ടാണ് നമ്മൾ ഇവനെ ഒലത്തിയിടുക. എല്ലാ വീഡിയോയിലും ബൂംബാങ് നവീൻ ഭായിയുടെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആൾ 15 മിനിറ്റ് ആദ്യം വേവിക്കുന്നു, പിന്നെ ഇതിട്ട് മസാല വെച്ച് ബ്രോത്ത് ഒഴിച്ചതിന് ശേഷം ഒരു വിസിലടുപ്പിച്ചു എന്നാണ് ആൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മളും ചെയ്യുന്നുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു 2 വിസിലടുപ്പിക്കും, ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ എന്ന് വെച്ചിട്ട്. ഓക്കെ, മസാലയായി. ഇത് മസാല കൂടിയിട്ടൊന്നുമില്ല, നമ്മളിനി ഉരുളിയിലിട്ട് ഇവനെ വേവിച്ചെടുക്കുമ്പോൾ ഇവൻ സെറ്റാവും. അവിടെ ഇരിക്കട്ടെ, ഒന്ന് അവിടെ ഇരുന്ന് വേവണേൻ്റെ ഇടയിൽ വെന്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതിലേക്ക് ആ മീറ്റ് വേവിക്കുമ്പോൾ കിട്ടിയ കുക്കറിലുണ്ടായിരുന്ന അതേ ബ്രോത്ത് ഇട്ടിട്ട് അവനെ മൂടും. പിന്നെ അവൻ അതിൽ കിടന്നിട്ട് ഒരു 15 മിനിറ്റ് ഒരൊറ്റ വിസിൽ. നമ്മളിതിന് ഇനി ആ സൂപ്പ് ഒഴിക്കുന്നു. നമ്മൾ കുക്കറിൽ അടിക്കുമ്പോൾ കിട്ടിയ ഒരു ബ്രോത്ത്. ഓ മാൻ, ഇത് ഒഴിക്കണതിൻ്റെ ഒപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെളുത്തുള്ളി, കറുവപ്പട്ട വക ഐറ്റംസൊക്കെ ഉണ്ടാകുന്നത് അത് ഇതിലേക്ക് തന്നെ പോകണം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ആവുള്ളൂ. ഇത് ഫുള്ള് ഒഴിക്കുക, അതിൻ്റെ തന്നെ വെള്ളമല്ലേ അവിടെ ഇരിക്കട്ടെ. നമ്മളിത് കുറച്ച് നേരം ഓപ്പണാക്കി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ അത് ഒന്ന് വറ്റും ചെയ്യും, ഒപ്പം ആ ഒരു മസാല കറക്റ്റാവും ചെയ്യും. ഓ അസ്ത ലബിസ്ത ബേബേ. നമ്മുടെ മീറ്റ് ഇതേനെ കട തിളച്ച് തുടങ്ങി. കണ്ട ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യണ്ട.
ആ ഒരു തള കിട്ടണം. അതാണ് അതിൻ്റെ വേവല്ല, അതൊരു രസമാണ്. ഇനി നമ്മൾ ദേവനൊന്ന് ഇളക്കി ഇനി നമ്മൾ കുക്കറിൽ വെച്ച് അടച്ച് വെച്ചൊരു മാക്സിമം ഒരു 15 മിനിറ്റ് ആവുന്ന അതിലിരുന്നിട്ട് വേവട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ആ ഗ്രേവി കൂടുതൽ ഒഴിച്ചു. ഇനിയിപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെയാണ് ഞാൻ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേവിക്കുന്നത്. ഞാൻ അതിന് ശേഷം ഞാൻ എന്തായാലും ഇവനെ കുക്കറിലിട്ടിട്ട് പൂച്ചു. നമ്മൾ ഓൾറെഡി ഇതേ കുക്കർ അടച്ചു. ഇനി ആളൊരു 15 മിനിറ്റ് വേവിക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് ജസ്റ്റ് തീ ഓഫാക്കി ഇടുന്നു. നമ്മൾ പിന്നെ ഒരു അരമണിക്കൂർ അതിലിരുന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കുക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 1 hour കഴിഞ്ഞു, 1.5 hour കഴിഞ്ഞു. നമ്മുടെ സ്വന്തം കുക്കർ തുറക്കാൻ പോകുന്നു. ഈ ഉരുളിയിലാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് യൂസ് ചെയ്തേ നമ്മുടെ ബീഫ് നാവ് ഈസ് റെഡി ഇൻ കുക്കർ. ഇനി നമ്മളിതിനെ പരട്ടാക്കിയിട്ടിടും. പരട്ടോ റോസ്റ്റോ ഇതൊന്നും എടുത്ത് കഴിക്കാറുണ്ട്, ബട്ട് ചാറ് പോലെ. ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിയില്ല എന്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ഞാൻ എന്തായാലും നമ്മളിതേനപ്പോൾ എന്തായാലും ഉരുളി ചൂടാവുന്നു. ഈ ഉരുളിയിലേക്ക് നമ്മളിതേ ഈ ബീഫിൻ്റെ നാവ് ഗ്രേവി ആയിട്ടുള്ളത് ഇതേ ഒഴിക്കുന്നു. നല്ല ഓയിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓയിൽ ഒഴിച്ചത് കുറവാണ്. നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതിൽ ബീഫ് നാവിനപ്പോൾ നല്ല ഓയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നല്ല മണം. നമ്മുടെ ബീഫിൻ്റെ മസാല തന്നെയാണല്ലോ, അതുകൊണ്ട് ആ ഒരു സ്മെല്ല് തന്നെ ഉള്ളത്. എന്നാലും സംതിങ് സ്പെഷ്യൽ. കുറച്ച് ഗ്രേവി കൂടി. ഗ്രേവി എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ആ ഗ്രേവി ഫുള്ള് ഒഴിക്കാൻ പാടില്ലായിരുന്നു. ആ ബ്രാത്ത് എന്തെന്ന് പറയാൻ വെച്ചാൽ ആ സാധനം കുറച്ച് ഓവറായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇനി അവനൊന്ന് കുറുക്കി എടുത്ത് കൊണ്ടുവന്ന് ഇവനെ കട്ടി കുറച്ച് വരും. എന്തായാലും സമയം എടുക്കും അപ്പോൾ ഡ്രൈ ആയി വരാനായിട്ട്. അങ്ങനെ നമ്മൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റോളം ഞാൻ ആ ഒരു സെമി ഗ്രേവി ആയിട്ട് ഉണ്ടായിരുന്ന സാധനത്തിന് ഞാൻ ലാസ്റ്റ് ഒരു സെമി ഗ്രേവി പരുവത്തിലേക്ക് ആക്കി. ഇത് ഓൾമോസ്റ്റ് ഇതായി. ഇതാണ് ഇതിൻ്റെ ഒരു വേവും ഇതിൻ്റെ ഒരു അപ്പിയറൻസും. ഞാൻ 2-3 പച്ചമുളക് ഇട്ടു കേട്ടോ. കണ്ടോ, അതേപോലെ 2-3 പച്ചമുളക് ഇതിലേക്ക് ഇട്ടു. എൻ്റെ അമ്മ ഇത് കാണാൻ വായിൽ വെള്ളം വരുന്നു, കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നു. ഇതിന്ന് ഞാൻ ഇപ്പോൾ ഒരു പീസ് എടുത്തു. ഇതവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റിങ് കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതിഞ്ഞി ഒത്തിരി കാണിക്കാനൊന്നുമില്ല. ഇതിങ്ങനെ വേവിച്ച് ഇതേ ഈ ഒരു പരിവായി ഞാൻ തീ ഓഫാക്കാൻ പോവാണ്. ഇതാ നമ്മുടെ വായിൽ വെള്ളം വരിക. ശരിക്കും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ സംതിങ് സ്പെഷ്യൽ സ്മെൽ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. രാത്രി ഡിന്നറിന് ഇതാവും എന്തായാലും. അപ്പോൾ ഞാൻ സബോള എടുത്തു. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് സബോള ഇല്ലാതെ നമ്മളൊരു ബൈറ്റ് എടുക്കണം. നല്ല ചൂടാണ്. ഞാൻ അടുപ്പത്തുനിന്ന് നേരെ എടുത്തിട്ടല്ലോ നോക്കാം. നല്ല സോഫ്റ്റാണ്. അലിഞ്ഞു പോവും ഇത്. അമ്മേ, ഈ ഒരു മീറ്റിനെ നിങ്ങൾ ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നാവാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കരുത്. ഈ വെണ്ണ അലിഞ്ഞു പോണ പോലെ വെണ്ണ അലിഞ്ഞു പോകുന്നത് വരെ നമുക്ക് മീറ്റ് കുക്കായി വന്നപ്പോൾ അമ്മോ, ചൂ ചെയ്യാനൊന്നും ഇല്ല. നത്തിങ്. നമുക്ക് ഈ ഒരു മീറ്റിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പറ്റുന്നവരെല്ലാവരും മേടിക്കുക. ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് നോക്കുക. യു വിൽ ബി എ ബിഗ് ഫാൻ ഫോർ ഷുവർ. ഓക്കെ. സോ അപ്പം ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.